ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. അതിൽ 7th ചാപ്റ്ററായ മണി മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മണി മാത്ത്? ഈ മണി മാത്തിൽ നമുക്ക് എന്താണ് ഈ പേഴ്സൻറ്റേജ് ആണ് പറയുന്നത് കേട്ടോ. പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ഒരു പേഴ്സൻറ്റ് എന്ന് പറയുമ്പോൾ 100 നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നോക്കിയാൽ ഡിസ്കൗണ്ട് ആണ് കേട്ടോ. ഇവിടെ ഒരു പരസ്യമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ഇവിടെ എന്താണ് 30% ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഡിസ്കൗണ്ട് ഫോർ ഓൾ ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ്. എല്ലാ ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ് എന്താണ് 30% ക്രിസ്മസ് ന്യൂ ഇയർ ഡിസ്കൗണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ പീടികകളിലൊക്കെ പോയാൽ അല്ലേ, നമ്മുടെ ടെക്സ്റ്റൈൽസ് പോയാൽ ഷോപ്പ് അതുപോലെ എന്താണ് പല ഇതിലും പോയാൽ എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കല്ലേ. ടി വി വാങ്ങാൻ, ഫ്രിഡ്ജ് വാങ്ങാൻ, അങ്ങനെ പല ഇതും വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്? ഈ പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക. ഈ പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് എന്ന വാക്കറിയോ? ലാറ്റിൻ വേർഡാണ് കേട്ടോ. എന്താണ് ലാറ്റിൻ വേർഡ്? ദ വേർഡ് പേഴ്സൺ കംസ് ഫ്രം ലാറ്റിൻ വേർഡ്. എവിടുന്നാണ്? ഈ പെറിൻ്റെ മീനിങ് എന്താണ്? ത്രൂ. ഓക്കെ, പെറിൻ്റെ മീനിങ് ത്രൂ. ആൻഡ് സെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? 100 അല്ലേ. അപ്പോൾ ത്രൂ 100ലൂടെ അല്ലേ ഉള്ളതാണ് അല്ലേ. വേർഡ് പെർ ഈസ് നൗ യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ടു മീൻസ് എന്താ? ഫോർ ഈച്ച്. അപ്പോൾ പെർസെൻറ്റ് മീൻസ് എന്താണ്? ഫോർ ഈച്ച് 100. ഓക്കെ, എന്താണ്? ഫോർ ഈച്ച് 100 അല്ലേ. ഓരോ 100ലും നിന്നാണ് പേഴ്സൻറ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പേഴ്സൻറ്റേജ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 100 എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ 100 റുപ്പീസിന് 30% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ന് 30 കുറച്ച് 70 റുപ്യ നമുക്ക് കൊടുത്താൽ മതി അല്ലേ. 200 എന്നാണെങ്കിലോ 200 എത്ര 100 ഉണ്ടോ നോക്കുക അല്ലേ. അത്രയും എന്താക്കുക, എത്ര പെർസെൻറ്റേജ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? 30% അല്ലേ. അപ്പോൾ 2 × 30 ചെയ്യുക. അപ്പോൾ 60. അപ്പോൾ 200ന് 60 കുറച്ച് എന്ത് കിട്ടും നമുക്ക്? 140 റുപ്യ കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 200ൽ 30% എന്ന് പറയുന്നത് എത്രയാണ്? 200ൽ എത്ര 100 ഉണ്ട് നോക്കുക. എത്ര 100? 100ൽ 2 പൂജ്യം അല്ലേ. ആ 2 പൂജ്യം മാറ്റി പിടിക്കുക. അപ്പോൾ 2 അല്ലേ. അപ്പോൾ 2 × നമ്മൾ എത്ര പറഞ്ഞ് 30% അല്ലേ. അപ്പോൾ 2 × 30 ചെയ്യുക. അപ്പോൾ 60. അപ്പോൾ 200ൽ എത്ര 30% ആണെന്ന് ചോദിച്ചാൽ എന്താണ്? 60 അല്ലേ. ഇനി 200 റുപ്യ കൊടുക്കേണ്ടടുത്ത് 30% ഡിസ്കൗണ്ട് പറയുമ്പോൾ എന്താണ്? 200ന്ന് 60 അങ്ങ് മൈനസ് ചെയ്യുക. അപ്പോൾ 140 കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ബില്ലാണ് കേട്ടോ. അവിടെ എന്താണ്? ഇത് പ്രൈസ് ഉണ്ട് 500 അല്ലേ. ഡിഡക്ഷൻ എന്താണ്? നമുക്ക് 30% തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ എത്ര റുപ്യാണ് അവിടെ പേ ചെയ്യേണ്ടതാണ്? അപ്പോൾ അവിടെ 500 ആണല്ലോ. 500ന് എത്ര 100 ഉണ്ട്? 2 പൂജ്യം മാറ്റി വെക്കുക അല്ലേ. അപ്പോൾ 500 ആണല്ലേ. 500. അപ്പോൾ 5 × 30% അല്ല ഡിസ്കൗണ്ട്. അപ്പോൾ 5 × 30 ചെയ്യുക. അപ്പോൾ 5 × 30 എത്രയാണ്? 150 അല്ലേ. ഓക്കെ, അപ്പോൾ 150. ഇനി എന്താക്കുക? ഈ 500ന്ന് ഈ 150 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 350 കിട്ടും കേട്ടോ. അതേപോലെ 10,000ൽ എത്ര 100 ഉണ്ട്? 2 പൂജ്യം കൊണ്ട് മാറ്റി വെക്കുക. അപ്പോൾ എത്ര ഉള്ളത്? 10 അല്ലേ. അപ്പോൾ 10 × 30 ചെയ്യുക. അപ്പോൾ 10 × 30 എത്രയാണ്? 300. ഓക്കെ, ഇനി എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ 10 × 30 300. ഇനി 1000ന് 300 അങ്ങ് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ 1000 - 300 700 അല്ലേ. 1000 - 300 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 700. ഈ 1200 എത്ര 100 ഉണ്ട്? 2 പൂജ്യം മാറ്റി വെച്ച് നോക്കിയാൽ അപ്പോൾ 12 അല്ലേ. അപ്പോൾ 12 × 13 ചെയ്യുക അല്ലേ. 12 × 30. 12 × 30 എത്രയാണ്? 12 × 13 = എത്ര വരും? 36 അല്ലേ. 12 × 30 എത്രയാണ്? 36 വരും. ഓക്കെ, അപ്പോൾ 360 അല്ലേ. പൂജ്യം മാറ്റി വെച്ചിട്ട് ഇൻറ്റു ചെയ്തിട്ട് 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 360 വരും. ഓക്കെ, 360. ഇനി നമുക്ക് എന്താണ്? ഈ 1200ന്ന് 360 അങ്ങനെ മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എന്താണ്? 1200 - 360. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 840 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? നിങ്ങൾ 1200 - 360 എന്ന് എഴുതുക കേട്ടോ. എന്നിട്ട് എന്താണ് നമുക്ക് ആൻസർ കിട്ടുക? 840. ഓക്കെ, അവിടെ 840 എന്ന് എഴുതുക. 840. ഓക്കെ, 840 എന്ന് കിട്ടും. ഓക്കെ, 840. ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ ഇനി എന്താ അവിടെ പറയുന്നത്? ഇൻട്രസ്റ്റ് ആണ്. എന്താണ് അതിൻ്റെ? പലിശ എന്ന് പറയും അല്ലേ. പലിശ കേട്ടില്ലേ? പലിശ എവിടെ ഉണ്ടാവില്ല? ബാങ്കുകളിലൊക്കെ കൊടുത്താൽ അതുവഴി നമ്മൾ എന്താണ് കടം വാങ്ങുന്നിടത്തൊക്കെ ഉണ്ടാവും അല്ലേ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ 9% ഇൻട്രസ്റ്റ് ഫോർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്താൽ എന്താണ് 9% ഒരു വർഷത്തിൽ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 9% കിട്ടും.
അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ ഈ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് വി ഡെപ്പോസിറ്റ് 1500 റുപ്പീസ് നൗ ഹൗ മച്ച് വുഡ് വി ഗെറ്റ് ബാക്ക് ഫ്രം ആഫ്റ്റർ 1 ഇയർ അക്കോർഡിംഗ് ടു ദിസ് അല്ലേ. അപ്പോൾ എന്താണ് 1500 റുപ്യാണ് നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വിചാരിച്ചു, അങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞാൽ എത്ര കിട്ടുക. അപ്പോൾ 1500 എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ, 2 0 മാറ്റി വെക്കുക. അപ്പോൾ എത്ര 15, അപ്പോൾ 15 × 9 ചെയ്യുക അല്ലേ. അപ്പോൾ 15 × 9 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 15 × 9 ചെയ്യാം. അപ്പോൾ നമുക്ക് 15 × 9 എത്ര 135 ആണ് അല്ലേ. അപ്പോൾ 135 ഓക്കെ. ഇനിയിപ്പോൾ എന്താക്കുക, ഈ 1500 135 അങ്ങ് കൂട്ടുക അല്ലേ. അപ്പോൾ അത്രയും പൈസയാണ് എന്താക്കുക നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 1635 മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിയേ, എത്ര 100 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ആ 100നോട് ആ പെർസെൻറ്റേജ് ഇൻറ്റു ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ എന്താണ് അത്രയും കൂട്ടി പ്ലസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ മനസ്സിലായല്ലോ. ഇവിടെ നോക്കിയേ, ആഷ് 15,000 റുപ്പീസാണ് എന്താക്കിയിരിക്കുന്നത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ ആഷിന് ഈ 15,000 റുപ്പീസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു വർഷം എത്ര രൂപ കിട്ടുന്ന. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്, ഇതിൽ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. അപ്പോൾ 2 0 കൊണ്ട് മാറ്റി വെക്കുക. അപ്പോൾ എത്ര 150 അല്ലേ. അപ്പം 150 ഇൻറ്റു നമ്മുടെ ചെയ്യുന്നത് കേട്ടോ, നിങ്ങൾ കറക്റ്റായിട്ട് നോട്ടിലൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ 150 ഇൻറ്റു 9% അല്ലേ. അപ്പോൾ 150 ഇൻറ്റു എത്ര കിട്ടും, 150 ഇൻറ്റു 9 1350 അല്ലേ. 1350 ഓക്കെ, 1350. ഇനി എന്താക്കുക, ഈ 15,000 പ്ലസ് 1350 ചെയ്യുക അല്ലേ. അപ്പോൾ 15,000 പ്ലസ് 1350 എന്ന് പറഞ്ഞാൽ എത്രയാണ്, എത്രയാ 16,350 വരും അല്ലേ. ഓക്കെ, അപ്പോൾ 16,350 ആണ് എന്ത് ആഷിന് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുക. മനസ്സിലായല്ലോ. 350. ദെൻ നെക്സ്റ്റ് സുമ എത്രയാണ്, 25,000 ആണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ സുമക്ക് എത്ര കിട്ടും, സുമക്ക് 25,000 അല്ലേ. അപ്പോൾ 25,000 എത്ര 100 ഉണ്ട്, 2 0 മാറ്റി വെക്കുക അല്ലേ. അപ്പോൾ 250 അല്ലേ. അപ്പോൾ 250 ഇൻറ്റു 9 ചെയ്യുക. ഓക്കെ, 250 ഇൻറ്റു 9 ചെയ്യുക. അപ്പോൾ 250 ഇൻറ്റു 9 എത്രയാണ്, 250 ഇൻറ്റു 9 250 ഇൻറ്റു 9 അതിൽ എത്ര 100 ഉണ്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ആ 100ന് നോക്കിയിട്ട് എന്താക്കുക, ആ നമ്പർ എടുത്തിട്ട് നമ്മൾ എന്താക്കുക എത്ര പെർസെൻറ്റേജ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ പെർസെൻറ്റേജിനോട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 250 ഇൻറ്റു 9 എത്രയാണ്, 2250 അല്ലേ. 2250 ഓക്കെ, 2250. ഇനി എന്താക്കുക, ഈ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയും ഈ പൈസയും കൂടി അല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ 25,000 പ്ലസ് 2250 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 27,250 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 27,250 അതെങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ. അവൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയും ഉണ്ടാവും, പിന്നെ ഈ ഇൻട്രസ്റ്റും അല്ലേ. ഇത് ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ടാണ് എന്ത് കിട്ടുന്നത്, ഇത് കിട്ടുക. അപ്പോൾ 25,000 പ്ലസ് 2250 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 27,250. നെക്സ്റ്റ് നോക്ക്, നിഹാരികൻ്റെ ആണ് അല്ലേ. നിഹാരിക 37,500 ആണ് എന്താക്കിയിരിക്കുന്നത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അതിലെത്ര 0 ഉണ്ട് നോക്കുക, 100 ഉണ്ട് നോക്കുക അല്ലേ. അപ്പോൾ 2 0 മാറ്റി വെക്കുക അല്ലേ. അപ്പോൾ 375 ആണ് അല്ലേ. അപ്പോൾ 375 ഇൻറ്റു 9 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നിങ്ങൾ ചെയ്യുക എത്രയാണ് 307. ആദ്യം എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. അപ്പോൾ അവിടെ എത്രയാണ് 375 അല്ലേ. 375 ഇൻറ്റു 9 ചെയ്യുക. ഓക്കെ, ഇൻറ്റു 9. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്, ഈക്വൽ ടു 3,300 അപ്പോൾ 375 ഇൻറ്റു 9 എത്രയാണ് 3,375 അല്ലേ. അപ്പോൾ നിഹാരികക്ക് എത്ര കിട്ടുക, 37,500 പ്ലസ് 3,375 ആഡ് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 40,875. ഓക്കെ, ദെൻ നെക്സ്റ്റ് വിഹാൻ ആണ് അല്ലേ. അപ്പോൾ വിഹാൻ്റെ എന്താ 12,500 റുപ്പീസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 9% അല്ലേ കിട്ടുന്നത്. അപ്പോൾ എത്ര 100 ഉണ്ട് നോക്കാം അല്ലേ. എത്ര ഉള്ളത് 125 അല്ലേ. അപ്പോൾ 125 ഇൻറ്റു എത്ര 9 ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 125 ഇൻറ്റു 9 1125 അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 12,500നോട് ഈ 1125 പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13,625 റുപ്പീസ് കിട്ടും അല്ലേ വിഹാന്? ഓക്കെ, ദെൻ നെക്സ്റ്റ് അഹിക്കാണ് കേട്ടോ. അഹി എത്രയാണ്? 22,500 ആണ് എന്താക്കിയിരിക്കുന്നത്, അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം 9% ഒരു വർഷത്തിൽ അഹിക്ക് എത്ര കിട്ടും? നമുക്ക് ഇതിൽ എത്ര 100 ഉണ്ട് നോക്കാം അല്ലേ? അപ്പോൾ 2 0 മാറ്റി വെക്കുക. അപ്പോൾ എത്രയാണ്? 225 അല്ലേ? അപ്പോൾ നമ്മൾ എന്താക്കുക? 225 ഇൻറ്റു 9 ചെയ്യുക അല്ലേ? അപ്പോൾ 225 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225 ഇൻറ്റു 9. അപ്പോൾ നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക നോക്കിയാൽ? എത്ര കിട്ടുക? 2025 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, 2025 എന്ന് കിട്ടും. 2025. ഓക്കെ, ഇനി നമുക്ക് അഹിക്ക് എത്ര കിട്ടുക? ഈ പൈസയും പിന്നെ ഈ പൈസയും അല്ലേ, ഇൻട്രസ്റ്റും കൂടി കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ 22,500 പ്ലസ് 2025 എന്ന് എഴുതുക. അപ്പം 22,500 പ്ലസ് 2025 ചെയ്താൽ എത്ര കിട്ടുക നമുക്ക്? 24,525 കേട്ടോ. 525. ഓക്കെ, 525. ഓക്കെ, ഇത്രയാണ് എന്താക്കുന്നത് അഹിക്ക് കിട്ടുക. ഓക്കെ, ദെൻ ഇപ്പം ഇനി നമ്മളെന്താണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സംഭവം പറഞ്ഞത് അല്ലേ? ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത ബാങ്കുകാർ നമുക്ക് തരുന്ന എത്ര? ഇനി നമുക്ക് ബാങ്കിൽ പോയിട്ട് നമ്മളെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ നമ്മൾ ബാങ്കിൽ നിങ്ങൾ കടെടുക്കലുണ്ട് അല്ലേ? ലോണൊക്കെ എടുക്കാറില്ലേ? അങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കിയാൽ ബാങ്ക് അഗ്രികൾച്ചറൽ ലോണാണ് തരുന്നത് അല്ലേ? അത് വർഷത്തിൽ എത്രയാണ്? 6% ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എന്താണ് ലോൺ തരിക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരാൾ 25,000 റുപ്പീസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് ലോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 25,000 അവിടുന്ന് ബാങ്കിൽ നിന്ന് കട എടുത്തിട്ടുണ്ടെങ്കിൽ 6% വെച്ച് അയാൾ വർഷത്തിൽ എത്ര റുപ്യാണ് അടയ്ക്കേണ്ടത്? അപ്പോൾ ഈ പൈസയും പിന്നെ ആ പെർസെൻറ്റേജും കൂടി എന്താക്കണം, നമ്മൾ അടയ്ക്കണം അല്ലേ? അപ്പോൾ 25,000 നമ്മൾ എന്താ സാധാരണ നേരത്തെ ചെയ്ത് എത്ര 100 ഉണ്ട് നോക്കൂല്ലേ? അപ്പോൾ എത്ര 100 ഉള്ളത്? 250 അല്ലേ? അപ്പോൾ 250 ഇൻറ്റു 6 ചെയ്യുക. ഓക്കെ, 250 ഇൻറ്റു 6 ചെയ്താൽ എത്ര കിട്ടും? 1,500 അല്ലേ? അപ്പോൾ 25,000നോട് ഈ 1,500 പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26,500 റുപ്പീസ് എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇത്രയും റുപ്പീസാണ് എന്താക്കേണ്ടത്, നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കേണ്ടത് ഒരു വർഷം കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇവിടെ നമ്മളെ പ്രോബ്ലംസ് ആണ് കേട്ടോ. See the board in front of the shop. ഷോപ്പിൻ്റെ മുന്നേ ഉള്ള ഒരു ബോർഡാണ് അല്ലേ? 25% ഡിസ്കൗണ്ട് ഓൺ ഓൾ പർച്ചേസസ്. എന്ത് പർച്ചേസ് ചെയ്താലും 25% ഡിസ്കൗണ്ട് ആണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ശ്രീഷ bought clothes worth 3,500 rupees from this shop. How much should she pay? ശ്രീഷ വാങ്ങിയിരിക്കുന്ന എന്താണ്? തുണി വാങ്ങി അല്ലേ? എത്ര? 3,500 റുപ്യക്കാണ് എന്താക്കുന്നത് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ അവൾ എത്ര പേ ചെയ്യണം? നമ്മൾ എന്താ നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ചെയ്യണം അല്ലേ? പെർസെൻറ്റേജ് ഇവിടെ 25 ആണല്ലേ? നേരത്തെ 9ഉം 30 ഒക്കെ ഇരുന്നല്ലോ അല്ലേ? ഇവിടെ 25% ആണ്, ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ കുറവാണെങ്കിൽ എന്താക്കണം, നമ്മൾ അതിൻ്റെ മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലേ? എല്ലാ പൈസയിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പം എന്താണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക? 3,500 എത്ര 100 ഉള്ളത്? 2 0 മാറ്റി വെക്കുക, 35 അല്ലേ? അപ്പോൾ 35 ഇൻറ്റു 25 ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35 ഇൻറ്റു 25. ഓക്കെ, അപ്പോൾ 35 ഇൻറ്റു 25 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 875 എന്ന് കിട്ടും അല്ലേ? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? 875 3,500 റുപ്യക്കാണല്ലോ ഒരു സാധനം വാങ്ങിയത്, 3,500 വാങ്ങിയത്. അപ്പോൾ ഇതിന്ന് എന്താക്കുക? 875 കുറയ്ക്കുക അല്ലേ? അപ്പോൾ 3,500 മൈനസ് 875 എന്ന് എഴുതുക. ഓക്കെ, 3,500 മൈനസ് 875 ഈസ് ഈക്വൽ ടു, അപ്പോൾ എത്രയാണ്? 3,500 മൈനസ് 875 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,625 റുപ്പീസ് ആണെന്ത് ഈ ശ്രീഷസ് അവിടെ ഷോപ്പിൽ കൊടുക്കേണ്ട പൈസ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ എന്താണ്? ഏഞ്ചലോ ടോമി ബോറോഡ് 45,000 റുപ്പീസ് ഫ്രം എ ബാങ്ക്. ഒരു ബാങ്കിൽ നിന്ന് ഏഞ്ചലോ ടോമി എന്താണ് 45,000 റുപ്യ എന്താണ് കടെടുത്തു അല്ലേ? ഇൻട്രസ്റ്റ് എത്രയാണ്? 12% ആണ് ഇൻട്രസ്റ്റ് അല്ലേ? ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ 1 ഇയർ? ഒരു വർഷം കഴിഞ്ഞിട്ട് അയാൾ എത്ര രൂപയാണ് ആ പൈസ അടയ്ക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എത്രയാണ് എന്താ ബോറോ ചെയ്തത്? 45,000 അല്ലേ? 12% ആണ് ഡിസ്കൗണ്ട് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ? അപ്പോൾ നമ്മളെന്താണ് 2 0 മാറ്റി വെക്കുക അല്ലേ? 2 0, അപ്പോൾ എത്രയാണ്? 450 അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കുക? ആദ്യം 450 ഇൻറ്റു
12 ചെയ്യുക അല്ലേ. 450 ഇൻറ്റു 12. അപ്പോൾ എന്ത് കിട്ടും? 5400 ആണ് അല്ലേ. ഇനി എന്താണ്, അവിടെ ബാങ്കിലേക്ക് ആ വാങ്ങിയ പൈസയും അടയ്ക്കണം, നമ്മൾ ഈ ഇൻട്രസ്റ്റും അടയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് 45,000 പ്ലസ് എന്താണ് 5400 ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ 50,400 ആണ് എന്ത് വരുന്നത് നമുക്ക് ആൻസർ വരിക അല്ലേ. 45,000ഉം പിന്നെ ഈ 12% കൂടി ഇൻട്രസ്റ്റും കൂടി കൂട്ടി എത്രയാണ് കിട്ടുന്നത്? 50,400 എന്താക്കണം നമുക്ക് ഈ ആഞ്ചലോ ടോമിക്ക് ബാങ്കിൽ കൊടുക്കണം അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മേഹുൽ കൺട്രിബ്യൂട്ട് 8% ഓഫ് ഹിസ് ഏർണിങ്സ് ഈച്ച് മന്ത് ടു മെഡിക്കൽ എയ്ഡ് ഫോർ ദ പുവർ. പാവങ്ങൾക്ക് വേണ്ടി എന്താണ് അയാൾ ശമ്പളത്തിൻ്റെ 8% എന്താക്കി മേഹുൽ ഏർണിങ്സിൻ്റെ 8% എന്താണ് അയാൾ പാവപ്പെട്ടവർക്ക് നൽകും. ഹിസ് ഇൻകം ദിസ് മന്ത് 75,000 റുപ്പീസ് ആണ് ഈ മാസത്തെ അദ്ദേഹത്തിൻ്റെ ഇൻകം. ഹൗ മച്ച് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ ദിസ് മന്ത്? അങ്ങനെയാണെങ്കിൽ ഈ മാസം അയാൾ ആ പുവറിന് അല്ലെ പാവപ്പെട്ടവർക്ക് എത്ര രൂപയാണ് കൊടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കണം? ഈ 75,000ൻ്റെ 80% ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ 75,000ൻ്റെ 80% എങ്ങനെയാണ് കാണുക? അതിൻ്റെ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. 2 0 മാറ്റി വെക്കുക. അപ്പോൾ 780 അല്ലേ. അപ്പോൾ 780 ഇൻറ്റു 8 ചെയ്യുക അല്ലേ. അപ്പം 750 ഇൻറ്റു 8 എത്രയാണ്? 750 ഇൻറ്റു 8 6,000 അല്ലേ. അപ്പോൾ 6,000 റുപ്പീസാണ് എന്താക്കുന്നത് അയാൾ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അയാൾ ശമ്പളത്തിൻ്റെ 8% കൊടുക്കുക, 8% ആണ് കൊടുക്കുന്നത് നാം പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര കൊടുക്കുക വെച്ചാൽ എത്രയാണ്? ഇതിൻ്റെ 8% കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ 6,000 അല്ലേ. 6,000 റുപ്പീസാണ് ഉണ്ടാക്കുന്നത് അയാൾ ആർക്ക്? ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ എന്താണ് നോക്കിയേ. ഇഗ്നാസ് സേവ്സ് 15% of his income and in each month. His income in January was 64,000 rupees. How much did he save that month എന്ന് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 50% ആണ് ഇൻകം ഓരോ മാസത്തിൽ അയാൾ സേവ് ചെയ്യാൻ വേണ്ടി എടുത്തു വെക്കുന്നത് അല്ലേ. അപ്പോൾ ആ മാസം അയാൾ എത്രയാണ് എടുത്തു വെക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കുക? 64,000ൻ്റെ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. അപ്പോൾ 2 0 മാറ്റി വെക്കുക. അപ്പോൾ 640. അപ്പോൾ 640 ഇൻറ്റു 15 ചെയ്യുക അല്ലേ. അപ്പോൾ 640 ഇൻറ്റു 15 ചെയ്താൽ എന്താ കിട്ടുക? എത്രയാണ് അയാൾ സേവ് ചെയ്യുന്നത്? 9,600 അല്ലേ. 640 ഇൻറ്റു 15 ചെയ്താൽ എത്രയാണ്? 9,600 റുപ്പീസാണ് എന്താക്കുന്നത് അയാൾ ഓരോ മാസവും സേവ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരിയിൽ അയാൾ 9,600 ആണ് സേവ് ചെയ്ത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ TV manufacturer decide to reduce the price by 5% from the next month അല്ലേ. What will be the price next month of a TV which cost 45,000 rupees now? ഇപ്പം ഒരു ടി വിക്ക് എത്രയാണ്? 45,000 റുപ്യാണ് വില. അടുത്ത മാസം എന്താണ് ഈ TV മാനുഫാക്ചറർ തീരുമാനിച്ചത്? 5% കുറയ്ക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത മാസം വെക്കുമ്പോൾ 5% ടി വിക്ക് വില കുറയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം ഈ TVൻ്റെ വില എന്തായിരിക്കുന്നത്? അപ്പോൾ നമുക്ക് 5% ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. ഇതിന്ന് 5% കണ്ടുപിടിച്ചതിന് ശേഷം എന്താക്കുക? ഈ പൈസയിൽ 5% കുറച്ചാൽ പോലെ, അത്രയും വില ആവില്ല ടി വിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക? അതിൽ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. 450. അപ്പോൾ 450 ഇൻറ്റു ഈ 5% അല്ലേ. അപ്പോൾ 5 ചെയ്യുക. ഓക്കെ, അപ്പോൾ 450 ഇൻറ്റു 5 ചെയ്താൽ എത്ര കിട്ടുക? അപ്പോൾ 45,000ൻ്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 450 ഇൻറ്റു 5 എത്ര? 2,250 ആണല്ലേ. അപ്പോൾ ഇത്രയും പൈസയാണ് എന്താക്കുക? 45,000 നിന്ന് കുറയേണ്ടത് അല്ലേ. എന്നാലേ TVൻ്റെ വില കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക? ഇത്രയും % കിട്ടി, 5% കിട്ടിയില്ലേ. അപ്പോൾ 2,250 ആണല്ലേ. ഇനി നമ്മൾ 45,000 മൈനസ് 2,250 ചെയ്യുക. അപ്പോൾ 42,715 ആണ് എന്ത്? ഈ TVൻ്റെ വില അല്ലേ. അടുത്ത മാസം ഒരു ഡിസ്കൗണ്ട് 5% കൊടുക്കാൻ വിചാരിച്ചാൽ എന്താണ് കുറയ്ക്കാൻ തീരുമാനിച്ചാൽ 40,000 നിന്ന് ആ 5% കണ്ടുപിടിച്ചതിന് ശേഷം എന്താക്കുക? ഈ 45,000 കുറയ്ക്കുക അല്ലേ. അപ്പോൾ 42,715 കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ മാനുഫാക്ചറർ ഡിസൈഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് 2% ഫ്രം ദ നെക്സ്റ്റ് മന്ത്. വാട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് എ കാർ വിച്ച് കോസ്റ്റ് 5,60,000 റുപ്പീസ് നൗ? ഇപ്പോൾ 5,16,000 റുപ്പീസ് ഉള്ള കാറ് അടുത്ത മാസം ഈ കൂട്ടാൻ തീരുമാനിച്ചു, ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. എത്ര %? 2% അല്ലേ. അപ്പോൾ 2% ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കാറിൻ്റെ അടുത്ത മാസത്തെ വില എന്തായിരിക്കും അല്ലേ. അപ്പോൾ ഈ കാറിൻ്റെ വിലയും ആ 2% കൂടി കൂട്ടണം അല്ലേ. എന്നാലല്ലേ കാറിൻ്റെ വില കിട്ടുള്ളൂ. ഓക്കെ, ചോദ്യം എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വരികയെന്ന് വിചാരിച്ചോ. കാർ മാനുഫാക്ചർ തീരുമാനിച്ചു ഇത്ര ഇത് 2% കൂട്ടാൻ വിചാരിച്ചെന്നല്ലേ. ആ 2% എത്രയാണ് ചോദിച്ചാൽ എന്താണ്? ഇതിന് 2% കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഇനി എന്താണ്? ആ കാറിൻ്റെ വില എത്രയായിരിക്കും അടുത്ത മാസം എന്ന്
പറയുമ്പോൾ ഇതിന് ആ കുറച്ച വില എന്താക്കണം, അല്ല ഇത് 2% കണ്ടുപിടിച്ച ആ വില എന്താക്കണം, ഇതിന്ന് കൂട്ടുക, പ്ലസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ചോദ്യം നന്നായി വായിച്ചിട്ട് അതിനനുസരിച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കാർ ഫാക്ടർ തീരുമാനിച്ചിട്ട് 2% ഇൻക്രീസ് ചെയ്യാം അല്ലേ. അപ്പോൾ 5,60,000 ആണ് എന്ത് കാറിൻ്റെ വില അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കണം, ഇത് 2% ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എന്താക്കണം, നമ്മൾ ഇതിൽ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ, 2 0 മാറ്റി വെക്കുക. അപ്പോൾ എത്ര 5,600 ആണ് അല്ലേ. അപ്പോൾ 5,600 ഇൻറ്റു ഇവിടെ ചെയ്യാം കേട്ടോ, 5,600 ഇൻറ്റു 2 ചെയ്യുക, 5,600 ഇൻറ്റു 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ 5,600 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക, 12 10 1 അല്ലേ, 1 1 2 1 200 അല്ലേ. അപ്പം 11,200 റുപ്പീസ് എന്താക്കുന്നത്, അതിന്ന് ഒരു കൂട്ടുന്നത് അല്ലേ. അപ്പോൾ എന്താണ് 2% പറയുന്നത് അല്ലേ. 5,60,000 2% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 11,200 ആണല്ലേ. അതെന്താക്കുക, ഈ കാറിനോട് കൂട്ടുക അല്ലേ. അപ്പോൾ 5,16,000 പ്ലസ് 11,200 ഇസ് ഈക്വൽ ടു, അപ്പോൾ പ്ലസ് ചെയ്ത് എന്ത് കിട്ടും, 5,71,200 റുപ്പീസ് ആണ് എന്താക്കുന്നത് കാറിൻ്റെ വില അടുത്ത മാസമാവുക അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ ഇനി എന്താണ്, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ്, എത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എത്ര 100 ഉണ്ട് നോക്കുക. ആ 100നോട് എന്താക്കുക, പെർസെൻറ്റേജ് ഇൻറ്റു ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത്, അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ചോദ്യം എന്താണ്, ഈ വില കൂട്ടി ആ കാറിൻ്റെ വില എത്ര, അല്ലെങ്കിൽ വില കുറച്ച് ഈ ഇതിൻ്റെ വില എത്രയെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ്, ഉള്ള വിലയിൽ നിന്ന് എന്താക്കണം, കുറയ്ക്കുക, അല്ലെങ്കിൽ കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗം ടീച്ചർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.